അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് യാസ്മിൻ വള്ളക്കടവ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മതമെന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഇസ്ലാമാണ് എന്ന് ബഹുമാന്യനായ ഉസ്താദ് ആയത്തോതി പറഞ്ഞു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യാസം, അവർ അല്ലാഹുവോടല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നു, അവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രമേയം. അപ്പോൾ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാമോ, അതോ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണോ, മരണപ്പെട്ടുപോയ മഹാന്മാരോടും ആകാമോ എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉലമാക്കളെ, നേതാക്കളെ, ബഹുമാനമുള്ള കാരണവന്മാരെ, സ്നേഹമുള്ള പ്രവർത്തകരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ മുഖാമുഖം പ്രസക്തമായ ഒരു ചോദ്യത്തോടെ ആരംഭിച്ചിരിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? അത് അമുസ്ലിമീങ്ങളും അതുപോലെ മുസ്ലിങ്ങളും തമ്മിലുള്ള അന്തരം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാമോ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്നതാണ് ചോദ്യത്തിൻ്റെ കാതലായ വശം. മറുപടി പറയുന്നു, പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് അല്ലാഹുവിനോട് നിർവഹിക്കുന്ന ഇബാദത്തിന്റെ പരിധിയിൽ പെടുന്ന തേട്ടത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ഇബാദത്തിന്റെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന മുസ്ലിമീങ്ങൾ ആരും അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നില്ലേ ഇല്ല. അല്ലാഹുവിന് മാത്രമേ അത് സമർപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന മുസ്ലിമീങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാത്തതു കൊണ്ട് തന്നെ മുസ്ലിങ്ങളും അമുസ്ലിമീങ്ങളും വേർപിരിയുന്നു. അമുസ്ലിങ്ങൾ ആരാധനയാകുന്ന പ്രാർത്ഥനകൾ അല്ലാഹുവേതര ശക്തികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അത് ശിർക്കാണ്, കുഫറാണ്. അതേ അവസരത്തിൽ പ്രാർത്ഥനയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത തേട്ടം, സഹായാർത്ഥന അല്ലെങ്കിൽ അപേക്ഷ, ഇത് മുസ്ലിമീങ്ങളായ
നമ്മൾ പലരും അല്ല എല്ലാവരും അല്ലാഹു അല്ലാത്തവരോട് പറയുന്നു, അല്ലെങ്കിൽ തേടുന്നു, ആവശ്യപ്പെടുന്നു. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശിർക്കല്ല, കുഫറല്ല, ഇസ്ലാം പുറത്തു പോകുന്ന പ്രവർത്തനവും അല്ല. ഞാൻ ഒന്നുകൂടി അത് തെളിയിച്ചു പറയാം. പ്രാർത്ഥന എന്നത് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇബാദത്തായി നാം നിർവഹിക്കുന്ന, അതായത് അള്ളാഹുവിനോട് ചെയ്യുന്ന, അള്ളാഹുവിനോട് നടത്തുന്ന കർമ്മത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് പറയാറുള്ളത്. അതേ അവസരത്തിൽ ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന മുസ്ലിമീങ്ങളായ നമ്മൾ മറ്റൊരാൾക്കും നിർവഹിക്കുന്നില്ല. അതേ അവസരത്തിൽ പ്രാർത്ഥന എന്ന പദം അത് മലയാള പദമാണ്. ആ മലയാള പദത്തിന്റെ അർത്ഥം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നൊക്കെയാണ്. മലയാളത്തിൽ മലയാള ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് കാണാൻ കഴിയും. ശബ്ദസാഗരം എടുത്താലും ശബ്ദ താരാവലി എടുത്താലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച എല്ലാ നിഘണ്ടുകൾ പരിശോധിച്ചാലും ഇത് കാണാം. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്താ? തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിച്ചു, അല്ലാഹു അല്ലാത്തവരോട് യാചിച്ചു എന്ന് പറയുമ്പോഴേക്ക് അതൊരിക്കലും ആരാധനയാവുകയില്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്ത ഭാഗത്തെയാണ് ഞാൻ പിടികൂടുന്നത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. ആരാധനയാകുന്ന പ്രാർത്ഥന അത് അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. ആരാധനയുടെ പരിധിയിൽ പെടാത്ത അർത്ഥന, അപേക്ഷ, തേട്ടം, ചോദ്യം, യാചന, പ്രാർത്ഥന ഇത് അല്ലാഹു അല്ലാത്തവരോടും നടത്താം, നിർവഹിക്കാം. അതിലാർക്കും സംശയമില്ല. മുസ്ലിങ്ങളായ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, നമ്മൾ 1000 ഉറുപ്പിക ആവശ്യം ഉണ്ടാകുമ്പോൾ ആരോടാ ചോദിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരനോടാണ്. രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, അർത്ഥിക്കുന്നത്, യാചിക്കുന്നത് ആരോടാണ്? ഡോക്ടറോടാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ആ അർത്ഥനയെക്കുറിച്ച്, അപേക്ഷയെക്കുറിച്ച്, യാചനയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് അത് മുസ്ലിമീങ്ങൾ ശിർക്കാണെന്നോ കുഫറാണെന്നോ ആരും വിശ്വസിക്കുന്നും ഇല്ല. പറഞ്ഞതിൻ്റെ ആകത്തുക ഇബാദത്തിന്റെ ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥനയാണോ ആ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത അർത്ഥന, പ്രാർത്ഥന, അപേക്ഷ, യാചന, തേട്ടം, ചോദ്യം, പേരെന്തു പറഞ്ഞാലും അത് സൃഷ്ടികളോട് എല്ലാവരും അങ്ങും ഇങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അതൊരിക്കലും ശിർക്കല്ല, അതൊരിക്കലും കുഫറല്ല. അല്ലാഹു അല്ലാത്തവരോട് പറഞ്ഞു, ചോദിച്ചു, തേടി എന്നതുകൊണ്ട് അതൊരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനവും അല്ല. സുന്നികളായ നമ്മളാരും ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്നേ ഇല്ല. ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് തരപ്പെട്ടവനില്ല, അല്ലാഹു മാത്രമേ ആരാധനക്കുള്ളൂ എന്ന ആശയം അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അത് ഉറക്കെ വിളിച്ചു പറയുന്നവരാണ് അഹ്ലുസുന്ന. അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ആരാധനയാകുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും സുന്നികൾ ചെയ്യുന്നില്ല. അത് ചെയ്യാൻ പറ്റുകയുമില്ല. അത് കടുത്ത പാതകമാണ്, ശിർക്കാണ്, കുഫറാണ്, യാതൊരു സംശയവുമില്ല. അതേ അവസരത്തിൽ ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അപേക്ഷകൾ, സഹായം ചോദിക്കൽ, അതുപോലെ ആവലാദികൾ അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്നത് ഒരിക്കലും തെറ്റുമല്ല.